Honorable Minister of Ports, Museum, Archaeology and Archives, Government of Kerala, Shri Ahmed Devarkoil, Mr. Qasim, Executive Director of the Sulaiman Said Center for Political Education and Social Services, to give you a small glimpse of who we are and what we are. And it's been a journey of 36 years that we are extremely passionate about education. With these few words, I thank you for this opportunity. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുലൈമാൻ സൈദ് സെന്റർ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസ് ആൻഡ് സോഷ്യൽ സർവീസസ്, അതുപോലെ തന്നെ കോയമ്പത്തൂരിലെ ഏറ്റവും പ്രമുഖമായ RBS എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സമാന ചിന്താഗതിയുള്ള രണ്ട് മൂവ്മെന്റുകൾ ഒരുമിച്ച് കൂടിയാണ് ഈ കരിയർ ഗൈഡൻസ് ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ SSLCക്ക് ശേഷം എന്ത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഡിഗ്രിയും ഒക്കെ ആകാം എന്ന ചിന്ത വന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഉത്തരം ഒന്നുകിൽ ഡോക്ടർ ആകണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം എന്നതായിരുന്നു. ഇപ്പോൾ കാലം മാറി, അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുകയും ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച കോഴ്സുകളാണ് ഓരോ കുട്ടിയുടെയും ഭാഗത്ത് ഉപകരിക്കപ്പെടുക എന്ന രീതിയിൽ എല്ലാവരും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3-4 വയസ്സുകളിൽ 20-22 വർഷങ്ങൾ നീളുന്ന വിദ്യാഭ്യാസ ജീവിതത്തിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പഠനശേഷം മികച്ച കരിയർ കെട്ടിപ്പടുക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പഠിച്ചൊരു പരീക്ഷ പാസ്സായാൽ മാത്രം പോരാ, ഏറ്റവും നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണെന്ന് ഞാൻ സമൂഹത്തിന് ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ എനിക്ക് ജോലി അവസരം സാധ്യമാകൂ എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതായിരുന്നു. സാധാരണ ഇത്തരം കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകളിൽ ഇവിടെ കുട്ടികളെക്കാളും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് പാരന്റ്സിനെയാണ്. വാട്ട് ഐ ഫീൽ, പാരന്റ്സിനാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, കുട്ടികൾക്കല്ല.